എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കുഴക്കട്ടയുടെ റെസിപ്പിയാണ്. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കുഴക്കട്ടയല്ല, ഒരു വെറൈറ്റി കുഴക്കട്ട. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കുഴക്കട്ട ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ വെച്ചാണല്ലോ. പക്ഷേ മധുരത്തിന് നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ വേറൊരു സംഭവമാണ് മധുരത്തിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം അതിൻ്റെ മാവ് റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ്. അപ്പോൾ നമുക്കിതിലേക്ക് തിളച്ച വെള്ളം, ഒരു 1.5 കപ്പ് തിളച്ച വെള്ളവും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളവും നെയ്യും ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ പൊടി നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ, അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഴക്കട്ടയിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നല്ല ചേർക്കുന്നത്. അതിന് പകരമായിട്ട് ചേർക്കുന്നതാണ് ഈന്തപ്പഴം, ഡേറ്റ്സ്. എടുത്ത് ഒരു 10-20 മിനിറ്റ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞു വേണം സോക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഈന്തപ്പഴം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്യുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതൊന്ന് കുതിരാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഡേറ്റ്സിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് തേങ്ങ, കുറച്ച് നട്ട്സ്, കശുവണ്ടി നുറുക്കിയത്, പിന്നെ കുറച്ച് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട, ഞാൻ കുറച്ച് കൂടുതൽ പൊടിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് സാധാരണ നമ്മൾ ശർക്കര വഴറ്റിയെടുക്കുന്നത് പോലെ ഈന്തപ്പഴവും തേങ്ങയും ഈ സംഭവം എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയാണ് തിരുമ്മി വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ശർക്കരയും തേങ്ങയൊക്കെ വരട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ. ശർക്കര നമ്മൾ വരട്ടിയെടുക്കുന്ന അത്രയും സമയം വേണ്ടി വരില്ല, അതിന് മുമ്പ് തന്നെ ഇത് റെഡിയാവും. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, കുറച്ച് മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇത് അധികം താമസമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇവിടെ നിന്നൊന്ന് തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ ചൂടൊക്കെ ആറിയിരിക്കുകയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കട്ടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. മാവൊക്കെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫില്ലിങ്ങും തണുത്തിരിക്കുന്നുണ്ട്. നമുക്കിനി കുഴക്കട്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നെയ്യ് കയ്യിൽ തടവിയിട്ട് നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുഴക്കട്ട ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് മടക്കിയെടുക്കാം. നമ്മുടെ കുഴക്കട്ട റെഡി. ഇങ്ങനെ ഞാൻ ബാക്കിയെല്ലാം റെഡിയാക്കട്ടെ. അങ്ങനെ കുഴക്കട്ട എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രം എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ സ്റ്റീം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേവട്ടെ, എന്നിട്ട് ഇനി അടുത്തത് ഉണ്ടാക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുഴക്കട്ട എല്ലാം റെഡിയായിരിക്കുകയാണ്. നമ്മുടെ കുഴക്കട്ട എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സ്വീറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് നമ്മൾ കേക്ക്, പേസ്ട്രി അങ്ങനെയൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ്സ് കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരും പിന്നെ സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമാവും. കാരണം ഇത് നമ്മളിപ്പം ശർക്കര, പഞ്ചസാര അല്ലെന്ന് ആർക്കും നമ്മൾ പറയാതെ മനസ്സിലാവില്ല. അതുപോലെ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്.